ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ബിസിനസിന്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റും. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, അത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് അതിലേക്ക് വരിക, എന്തുകൊണ്ടാണ് ആ അക്കൗണ്ട്സ് ഇതിലേക്ക് വരുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ ക്ലാസ്സുകളിലൂടെ പഠിച്ചു. ഒരു ട്രയൽ ബാലൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ആ ബിസിനസിന്റെ എക്സ്പെൻസസ്, ഇൻകംസ്, അതുപോലെ തന്നെ അസറ്റ്സ്, ലയബിലിറ്റീസ്. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വരുന്നത് സ്റ്റോക്ക്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ്, കൂടാതെ ഡയറക്റ്റ് എക്സ്പെൻസും. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഡീറ്റെയിൽഡ് ഫോർമാറ്റ് സ്റ്റഡി ചെയ്യാം. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പ്രൊഫോമയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം തന്നെ അതിന്റെ ഹെഡിങ്, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ പീരിയഡ് എൻഡിങ് December 31, 2013. അതായത് ഏത് അക്കൗണ്ടിങ് ഇയർലി ആണോ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്, ആ ഇയറിന്റെ എൻഡിങ് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് ചോദ്യത്തിലുണ്ടാവും, അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ്. ഇപ്പം 31 December ആണെങ്കിൽ December 31, 2013 ഏത് ഇയർ ആണോ അത്. ചിലപ്പോൾ 31 March ആയിരിക്കും, അപ്പം 31 March 2013. അതെന്താണോ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് ഡേറ്റ് അത് വെച്ചിട്ട് എഴുതുക. പിന്നെ അക്കൗണ്ടിന്റെ അതേ ഫോർമാറ്റ് തന്നെ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും ലോസസുമാണ് രേഖപ്പെടുത്തുന്നത്. ക്രെഡിറ്റ് സൈഡിൽ റവന്യൂസും ഗെയിൻസുമാണ് എഴുതേണ്ടത്. പിന്നെ എമൗണ്ട് കോളം. ആദ്യം നമുക്ക് ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യം ഏതാണ് വരുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, അതായത് നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇയറിന്റെ ആദ്യം ഇരിക്കുന്ന സ്റ്റോക്ക്. അത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നായിരിക്കാം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്പണിംഗ് ഡേറ്റ് വെച്ചിട്ട് തന്നിട്ടുണ്ടാവും, ആ ഇയർ ആരംഭിക്കുന്ന ഡേറ്റിലെ സ്റ്റോക്ക് എന്ന്. അപ്പൊ ഇവിടെ 31 ഡിസംബറിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് 1/1/2013 ആരംഭിച്ചത്. അതായത് January 1, 2013 സ്റ്റോക്ക് എന്ന് തന്നാൽ അത് എന്ത് സ്റ്റോക്കാണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റോക്ക് തന്നു കഴിഞ്ഞാൽ. ഇപ്പം 31 March 2013 അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നതെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 April 2012 ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ചിലപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് തന്നിട്ടായിരിക്കും സ്റ്റോക്ക് എന്ന് പറഞ്ഞ് തരുന്നത്. അത് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെയാണ്. കൂടാതെ സ്റ്റോക്ക് ഇൻ ദ ബിഗിനിങ് എന്ന് തന്നിട്ടുണ്ടെങ്കിലും അത് ഏത് തന്നെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പം ഏറ്റവും ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണോ അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന വേറെ കുറച്ച് ഐറ്റംസും കൂടി ഇങ്ങനെ വരാം. അതായത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ചില അസംസ്കൃത വസ്തുക്കൾ വേണ്ടിവരും. അവയുടെ സ്റ്റോക്ക്, അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ആദ്യം എത്ര രൂപയുടെ റോ മെറ്റീരിയൽസ് ഇരിപ്പുണ്ടോ അതാണ് വാല്യൂ ഓഫ് റോ മെറ്റീരിയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഫ്ലോർ മില്ലിനെ സംബന്ധിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഗോതമ്പ്, അരി, ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവരുടെ റോ മെറ്റീരിയൽ ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആയിട്ട് അതിൻ്റെ അകത്ത് വരും. പിന്നെ ഒരു കോട്ടൺ മില്ലാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കോട്ടന്റെ വാല്യൂ അതെന്ന് പറയുന്നത് അവിടുത്തെ ആ റോ മെറ്റീരിയൽ ആണത്, അതിന്റെ വാല്യൂ സ്റ്റോക്കിന്റെ വാല്യൂയിലായിട്ട് വരാം. ഇനി അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ പാർട്ട്ലി മാനുഫാക്ചേർഡ് ഗുഡ്സ്. ഇതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇട്ടിരിക്കുന്ന റോ മെറ്റീരിയൽ ആണ്. ഇത് റോ മെറ്റീരിയൽസും അല്ല, ഫിനിഷ്ഡ് പ്രോഡക്ട്സും അല്ല. ഉദാഹരണമായിട്ട് ഒരു കോട്ടൺ മില്ലിനെ സംബന്ധിച്ച് വാല്യൂ ഓഫ് ത്രെഡ്സ്, അതായത് അവിടെ ഉപയോഗിക്കുന്ന നൂലുകളൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ വാല്യൂ. അതുപോലെ അൺഫിനിഷ്ഡ് ക്ലോത്ത്സ്, ഇതൊക്കെ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് വരുന്നത്. അല്ലാതെ റോ മെറ്റീരിയലും അല്ല, ഫിനിഷ്ഡ് ഗുഡ്സും അല്ല. അപ്പൊ അത് നമ്മൾ പ്രോസസ്സിന് വിട്ടിരിക്കുന്ന ഗുഡ്സ് ആണ്. അപ്പൊ അതാണ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ പാർട്ട്ലി മാനുഫാക്ചേർഡ് ഗുഡ്സ് എന്ന ഹെഡിൽ വരുന്നത്. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, വാല്യൂ ഓഫ് ഗുഡ്സ് വിച്ച് ആർ ഫിനിഷ് ആൻഡ് ആർ റെഡി ഫോർ സെയിൽ അല്ലേ. ഉദാഹരണമായിട്ട് ഒരു ഫ്ലോർ മില്ലാണെങ്കിൽ പാക്ഡ് ഫ്ലോർ,
അതായത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടാവില്ലേ, അതെന്ന് പറയുന്നത് എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. പിന്നെ കോട്ടൺ മില്ലിലാണെങ്കിൽ ഫിനിഷ്ഡ് ക്ലോത്ത്സ്, ഇതൊക്കെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ള അതിൻ്റെ സ്റ്റോക്കിൽ വരുന്ന ഐറ്റംസ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഐറ്റംസ് വരുന്ന ഓരോന്നും. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, പർച്ചേസ് ആണ് അല്ലേ. അപ്പം ഈ പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസും വരും, ക്രെഡിറ്റ് പർച്ചേസും ഉൾപ്പെടും. അപ്പം എന്നാൽ അസറ്റ് പർച്ചേസ് ചെയ്ത് ഇതിനകത്ത് വരില്ല, ഉള്ളി ഗുഡ്സ് പർച്ചേസ് മാത്രമാണ് ഇതിനകത്ത് വരുള്ളൂ. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് നെറ്റ് പർച്ചേസ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് പർച്ചേസിൻ്റെ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച ശേഷമുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ കാണിക്കാനായിട്ട്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം തിരികെ കൊടുത്തതാണ് അല്ലേ. അപ്പോൾ തിരിച്ചു പോയപ്പോൾ പിന്നെ അത്രയും എമൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് കാണിക്കേണ്ടതല്ല, അതെങ്ങനെയാണ് ശരിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുറയ്ക്കണം. ഇനിയിപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്നുള്ള വാക്കിന് പകരം ചിലപ്പോൾ റിട്ടേൺസ് ഔട്ട്വേർഡ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. റിട്ടേൺ ചെയ്യുന്നത് എന്താ, തിരിച്ചു കൊടുക്കുക. ഔട്ട്വേർഡ് മീൻസ് പുറത്തേക്ക് പോകുന്നത്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനം തിരിച്ച് പുറത്തേക്ക് വിടുകയാണ്. അതായത് അത് ഏത് തന്നെയാണ്, പർച്ചേസ് റിട്ടേൺ ആണ്. അത് ശ്രദ്ധിച്ചോളണം. റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അതുപോലെ തന്നെ അതിന് പകരം വരാവുന്ന വേർഡ് റിട്ടേൺ ഔട്ട്വേർഡ്. റിട്ടേൺ ഔട്ട്വേർഡും ഉണ്ട്, അതുപോലെ റിട്ടേൺ ഇൻവേർഡ് ഉണ്ട്. റിട്ടേൺ ഇൻവേർഡ് ഞാൻ ഇവിടെ വരുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഉടമ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ ഗുഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് ഫ്രീ സാമ്പിൾ ആയിട്ട് നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ കോസ്റ്റ് പ്രൈസ് തന്നെയാണ് ചാർജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഉടമ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുഡ്സ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ഗുഡ്സ് എടുക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നല്ലേ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്യേണ്ട കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ടേക്കൺ ബൈ പ്രൊപ്പറേറ്റർ, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഗുഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പർച്ചേസിൽ നിന്ന് അതും എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അപ്പം അത് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. കൂടാതെ ഇങ്ങനെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പ്രൊപ്പറേറ്റർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുഡ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എത്ര രൂപയുടെയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത് അതും കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. കൂടാതെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക് സംഭാവന ചോദിച്ചു വരികയാണ്, അപ്പം നമ്മൾ ഗുഡ്സാണ് സംഭാവനയായിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെയും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് ചാർജ് ചെയ്യേണ്ടത്. അതും നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചതിൽ നിന്നല്ലേ എടുത്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, ഈ പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇനി കൂടാതെ ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ, നമ്മൾ സെയിൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രീ സാമ്പിളായിട്ട് നമ്മുടെ ഗുഡ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റിന്നോ ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾസ്ന്നോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ വിഡ്രോ ഗുഡ്സ് എന്നോ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പർച്ചേസിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഇനി അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എഴുതി, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളുമാണ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതായത് എക്സ്പെൻസസ് ഫോർ അക്വയറിങ് ഓർ പർച്ചേസിങ് ഗുഡ്സ്, അതും പിന്നെ എക്സ്പെൻസസ് ഫോർ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ഇത് രണ്ടുമാണ് ഡയറക്റ്റ് എക്സ്പെൻസസിനകത്ത് വരുന്നത്. അതായത് ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അവർ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ വിൽപ്പനയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഗുഡ്സൊക്കെ അക്വയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് വരുന്ന എക്സ്പെൻസുകളാണ് ഈ ഹെഡിൽ വരുന്നത്. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനോടനുബന്ധിച്ച് വരുന്ന എക്സ്പെൻസുകളാണ് ഈ ഹെഡിലും വരുന്നത്. അപ്പോൾ എക്സ്പെൻസസ് ഫോർ അക്വയറിങ് പർച്ചേസിങ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും വരുന്ന ഐറ്റംസ് പറയുന്നത്, ഒന്ന് ക്യാരേജ് ഓർ കാർട്ടേജ്,
വെറുതെ ക്യാരിയേജ് എന്നോ അല്ലെങ്കിൽ കാർട്ടേജ് എന്നോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ചരക്കുകൂലി. ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മളത് ലോറിയിലൊക്കെ കയറ്റിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം ആ ഗുഡ്സൊക്കെ കൊണ്ടുവരുന്നതിന് ചരക്കുകൂലി നമ്മൾ കൊടുക്കണ്ടേ? അപ്പം അങ്ങനെ വരുന്ന ആ എക്സ്പെൻസ് അതെന്ന് പറയുന്നത് ക്യാരിയേജ്. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ് അല്ലേ? അപ്പം അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇപ്പം ക്യാരിയേജ് വന്നാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് പകരം കാർട്ടേജ് എന്നായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ക്യാരിയേജ് ഓർ കാർട്ടേജ് എന്ന് തന്നേക്കാം. ഇനി അത് അല്ലെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡ്സ് എന്ന് വരാം. എന്താ ക്യാരിയേജ് ഇൻവേർഡ്സ് എന്നാൽ ഈ സാധനങ്ങൾ നമ്മുടെ ഫേമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇൻവേർഡ് മീൻസ് ഉള്ളിലേക്ക് കൊണ്ടുവരും. അപ്പം ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് മുടക്കുന്ന ചരക്ക് കൂലി, സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുടക്കുന്ന ചരക്ക് കൂലിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എടുത്തു പറയാൻ കാരണം ക്യാരിയേജ് ഇൻവേർഡും ഉണ്ടാവും, ക്യാരിയേജ് ഔട്ട്വേർഡും ഉണ്ടാവും. അതിൽ ക്യാരിയേജ് ഇൻവേർഡ് ആണ് പർച്ചേസുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്നത്. അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഫേമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് മുടക്കിയിട്ടുള്ള ചരക്ക് കൂലിയാണ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാലോ അത് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഇപ്പം നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന കസ്റ്റമറുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ക്യാരിയേജ് ഔട്ട്വേർഡ് ആണ്. അതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. ഇപ്പോൾ ഈ ക്യാരിയേജ് ഇൻവേർഡ് ഔട്ട്വേർഡും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ എഴുതേണ്ടതെന്ന് സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ക്യാരിയേജ് ഇൻവേർഡ് എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാവും. ഉണ്ടോ? ക്യാരിയേജ് ഓൺ പർച്ചേസ് അല്ലെങ്കിൽ ക്യാരിയേജ് ഓൺ പർച്ചേസ് എന്നായിരിക്കും. ഇൻവേർഡിന് പകരം ചിലപ്പോൾ ക്യാരിയേജ് ഓൺ പർച്ചേസ്. അപ്പോൾ അവിടെ പർച്ചേസ് എന്നുള്ള വേർഡ് അവിടെ ഉണ്ട്. നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസിൽ ക്യാരിയേജ് ഓൺ സെയിൽസ് എന്ന് കാണും. ക്യാരിയേജ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, അത് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. അതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് ഓൺ സെയിൽസ് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. എന്നാൽ ക്യാരിയേജ് ഓൺ പർച്ചേസ് എഴുതേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. മാറിപ്പോകരുത്. ഇനി അതും അല്ലെങ്കിൽ ക്യാരിയേജ് ആൻഡ് ഫ്രൈറ്റ് എന്ന് തന്നിട്ടുണ്ടാകാം. അപ്പം ഇങ്ങനെ എന്ത് കണ്ടെന്നാലും അതെന്ത് ചെയ്തോളണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തോളണം. കാരണം അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ക്ലിയർ? ഇനി മറ്റൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒക്ട്രോയ് ഓർ ലോക്കൽ ടാക്സ്. എന്താ ഒക്ട്രോയ് എന്ന് പറഞ്ഞാൽ? എ ടാക്സ് ഓൺ കമ്മോഡിറ്റീസ് ബ്രോഡ്, അല്ലേ? അതായത് കമ്മോഡിറ്റികൾ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നൽകുന്ന ടാക്സ് ആണ്, അല്ലെങ്കിൽ ലോക്കൽ ടാക്സ്. അപ്പോൾ അതെന്ന് പറയുന്നതും എന്താണ്? പർച്ചേസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഫോർ അക്വയറിങ് ഓർ പർച്ചേസിങ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ബ്രോട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സ് ആണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ്, ലാൻഡിങ് ചാർജസ്, ക്ലിയറിംഗ് ചാർജസ്, ഇതൊക്കെയാണ്. അതായത് ഫോറിൻ ട്രേഡിൻ്റെ കേസിലാണ് ഈ എക്സ്പെൻസുകളൊക്കെ വരുന്നത്. അതായത് നമ്മൾ ഫോറിൻ ട്രേഡാണ് നടത്തുന്നതെങ്കിൽ പലപ്പോഴും ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും, കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ ലാൻഡിങ് ചാർജ്, ക്ലിയറിംഗ് ചാർജസ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചാർജസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റിൽ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇവയും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാരണം ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പം മെയിനായിട്ടും എക്സ്പെൻസസ് ഫോർ അക്വയറിങ് ഓർ പർച്ചേസിങ് ഗുഡ്സ് എന്ന ഹെഡിൽ വരുന്നത് ഇത്രയും എക്സ്പെൻസുകളാണ്. ക്ലിയർ? ഇനി ഇത് കൂടാതെ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണ് എങ്കിൽ അവിടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ചിലവുകൾ കാണും. അവയാണ് ആ ഒരു മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് എന്നുള്ള ആ എക്സ്പെൻസിൽ വരുന്നത്. അപ്പം ഇത് ട്രേഡിംഗ് കൺസേൺ ആണ് എങ്കിൽ ഈ എക്സ്പെൻസുകളൊക്കെ ആയിരിക്കും മെയിനായിട്ടും വരുന്നത്. അപ്പം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, പലപ്പോഴും വേജസ് കൊടുക്കേണ്ടി വരും, അല്ലേ? വേജസ് ഓർ പ്രൊഡക്റ്റീവ് വേജസ് ഓർ മാനുഫാക്ചറിങ് വേജസ് ഓർ ഡയറക്റ്റ് വേജസ് ഓർ വേജസ് ആൻഡ് സാലറീസ്, ഇങ്ങനെ എന്ത് തന്നാലും അതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നോക്കിക്കേ, ഈ വേജ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്, ദിവസക്കൂലി കൊടുക്കുന്നത് ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കല്ലേ മെയിനായിട്ടും ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ മന്ത്ലി സാലറി അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഈ മെയിനായിട്ടും പ്രൊഡക്ഷൻ യൂണിറ്റിലൊക്കെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് വേജസിനായിരിക്കും, ദിവസക്കൂലിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്.
അപ്പോൾ വെറുതെ വേജസ് തന്നാലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വേജസ് എന്ന് വെച്ചാൽ എന്താ, പ്രൊഡക്ഷൻ നടത്തുന്നതിനോടനുബന്ധിച്ച് കൊടുത്തിരിക്കുന്ന വേജ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് വേജസ്, അല്ലെങ്കിൽ ഡയറക്റ്റ്, കണ്ടോ ഡയറക്റ്റ് എന്നുള്ള വേർഡോട് കൂടി തന്നെ ഡയറക്റ്റ് വേജസ് എന്നാകാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയും വരാം. വേജസ് ആൻഡ് സാലറീസും തന്നിട്ടുണ്ടാകാം, സാലറീസ് ആൻഡ് വേജസ് എന്നും വരാം. അപ്പം അതിൽ വേജസ് ആണ് ആദ്യത്തെ വേർഡ് എങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുത്ത് നമ്മൾ എവിടെ എഴുതണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുക്കണം. എന്നാൽ നേരെ മറിച്ച് സാലറീസ് ആൻഡ് വേജസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ സാലറിയാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ സാലറിയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാലറീസ് ആൻഡ് വേജസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അത് ഓർത്തോളണം. അപ്പോൾ ഇങ്ങനെ വരാം കേട്ടോ. വേജസ് ആൻഡ് സാലറീസ് എന്ന് വരാം. വേജസ് ആൻഡ് സാലറീസ് ആണ് എങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എഴുതണം. നേരെ മറിച്ച് സാലറീസ് ആൻഡ് വേജസ് എന്നാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം. ക്ലിയർ? ഇനി അതുകൂടാതെ കോൾ, ഗ്യാസ്, വാട്ടർ, ഇതൊക്കെ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഫെയിമിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കോള്, ഗ്യാസ്, വാട്ടർ, അതുപോലെ തന്നെ ഫ്യൂവൽ വേണ്ടി വരും. പിന്നെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്, അതും ഫാക്ടറി ഹീറ്റിംഗ് ആൻഡ് ഫാക്ടറി ലൈറ്റിംഗ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഫാക്ടറിയുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ എക്സ്പെൻസുകളാണ്. അപ്പോൾ അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പവർ ഓർ മോട്ടീവ് പവർ, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. എന്താ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് എൻജിൻ ഓയിൽ, കോട്ടൺ വേസ്റ്റ്, ടോള, അതായത് ഈ ഹാർഡ് ഫാറ്റി സബ്സ്റ്റൻസ് മെയ്ഡ് ഫ്രം ആനിമൽ ഫാറ്റില്ലേ, അതായത് ഈ ക്യാൻഡിൽസ്, സോപ്പൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിനായിട്ട് ആണ് അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് അതൊക്കെയാണ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന ഹെഡിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെയും മെഷീൻ്റെയും ഒക്കെ എഫിഷ്യൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ എൻജിൻ ഓയിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നതും പ്രൊഡക്ഷന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്ന് പറയുന്നതും പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം അത്തരത്തിൽ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. പിന്നെ പാക്കിംഗ് ചാർജസ് പറഞ്ഞാൽ എന്തുവാണ്, അതായത് ഗുഡ്സിനെ സെയിലബിൾ കണ്ടീഷനിലേക്ക് ആക്കുന്ന, അതായത് സെയിലബിൾ പൊസിഷനിലേക്ക് ആക്കുന്നതിന് ഉപയോഗിക്കുന്ന പാക്കിങ്. ഇപ്പം ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റാണെന്ന് വിചാരിക്കുക. അതായത് പാക്കിംഗ് ഓഫ് സിഗരറ്റ്സ് ഇൻ ദ പാക്കറ്റ് ഓഫ് 10 and 20 സിഗരറ്റ്സ്, 10ഉം 12ഉം സിഗരറ്റ് വെച്ചിട്ട് ഒരു പാക്കറ്റിലാക്കില്ലേ, അതിനെ എന്താണ് സെയിലബിൾ പൊസിഷനിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുടക്കിയിരിക്കുന്ന പാക്കിംഗ് ചാർജസ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതെന്ന് പറയുന്നതും ഈ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. പിന്നെ അസംബ്ലിങ് എക്സ്പെൻസ്, നമ്മുടെ ഈ കമ്പ്യൂട്ടർ പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അസംബിൾ ചെയ്തെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അസംബ്ലിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം. പിന്നെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കൂടെ ഡയറക്റ്റ് എന്ന വേർഡ് ഉണ്ട് എങ്കിൽ അതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തോളൂ. അതുപോലെ ഫാക്ടറി എക്സ്പെൻസുകൾ, ഫാക്ടറി എന്ന വേർഡ് ചേർത്തിട്ടുള്ള എന്ത് എക്സ്പെൻസ് ഉണ്ടെങ്കിലും ഫാക്ടറി എക്സ്പെൻസുകളെല്ലാം എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ പ്രൊഡക്റ്റീവ് എക്സ്പെൻസ്, കണ്ടോ, പ്രൊഡക്ഷനോടനുബന്ധിച്ച് വരുന്ന എക്സ്പെൻസ് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ റോയൽറ്റി ആണ്. എന്താണ് റോയൽറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എമൗണ്ട് പേയബിൾ ടു ദ ലാൻഡ് ലോഡ് ഓഫ് മൈൻസ് ആൻഡ് ടീ ഗാർഡൻസ് ഫോർ ദ റൈറ്റ് ടു വർക്ക് ഹിസ് മൈൻസ് ഓർ ഗാർഡൻ. അതായത് ഈ തേയിലത്തോട്ടം, അതുപോലെ തന്നെ ഖനികൾ, ഇങ്ങനെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൽ പണിയെടുക്കുന്നതിനുള്ള റൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോയൽറ്റി ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ കമ്പനി അതിന് വേണ്ടിയിട്ട് ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ കമ്പനി ആൻഡ് ട്രീറ്റഡ് ആസ് എ ഡയറക്റ്റ്, അത് കമ്പനി അതിൻ്റെ ലാൻഡ് ഓണർക്ക്, ടീ ഗാർഡൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ മൈനിൻ്റെ ഓണർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ് ഈ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ റോയൽറ്റി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കേസിൽ ബുക്കിൻ്റെ ഓതർക്ക് ഈ പബ്ലിഷ് ചെയ്യുന്ന ഹൗസ് കൊടുക്കുന്ന എമൗണ്ട് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം റോയൽറ്റി റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ ആയിരിക്കുമല്ലോ അത്. ഇനി റോയൽറ്റി ബേസ്ഡ് ഓൺ സെയിൽസ് എന്നാണ് എങ്കിൽ, സെയിൽസ് എന്നുള്ളൊരു വേർഡ് അവിടെ ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുത്തോളണം. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ക്ലിയർ?
ഇനി നമുക്ക് റവന്യൂസ് അല്ലെങ്കിൽ ഗെയിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം സെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെയും ക്യാഷ് സെയിൽസും വരാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസും വരും. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയും നെറ്റ് സെയിൽസിന്റെ ഫിഗറാണ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. അപ്പൊ എന്തെങ്കിലും സെയിൽസ് റിട്ടേൺസ് ഉണ്ട് എങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. അപ്പൊ സെയിൽസ് റിട്ടേൺ ഉണ്ട് എങ്കിൽ സെയിൽസിന്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതി റിട്ടേൺസ് ലെസ് ചെയ്ത് വേണം എഴുതാനായിട്ട്. പിന്നെ സെയിൽസ് റിട്ടേൺ എന്നുള്ള വേർഡിന് പകരം ചിലപ്പോൾ റിട്ടേൺ ഇൻവേർഡ്സ് എന്നായിരിക്കും. എന്താ റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ വിറ്റ സാധനം തിരിച്ചു നമ്മുടെ ഫേമിലേക്ക് വരുന്നതാണ്. അതിനാണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ പർച്ചേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് മാറിപ്പോകരുത്. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എന്നതിന് പകരം ചിലപ്പം ക്വസ്റ്റിനകത്ത് റിട്ടേൺസ് ഇൻവേർഡ് എന്നായിരിക്കും കിടക്കുന്നത്. ശ്രദ്ധിച്ചോളണം, പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. റിട്ടേൺ ഇൻവേർഡ് എന്നുള്ള ഇവിടെ കൊണ്ടെഴുതി ഔട്ട്വേർഡ് ഇവിടെ എഴുതിയെന്നാൽ ആൻസർ തെറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ആ അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം ഇരിക്കുന്ന സ്റ്റോക്ക്. അതായത് ഇവിടെ എൻഡ് ചെയ്യുന്ന ഡിസംബർ 31 2013 ഡിസംബർ 31 ഇരിക്കുന്ന സ്റ്റോക്കിന്റെ വാല്യൂ, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ സ്റ്റോക്ക് ഒന്നുകിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോക്ക് ഓൺ 31 ഡിസംബർ 2013 എന്ന് തന്നിട്ടുണ്ടാവും. ഇനി 31 മാർച്ചിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, അതപ്പോൾ ഏപ്രിൽ ആരംഭിച്ചായിരിക്കും, അപ്പോൾ മാർച്ചിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2013 എന്ന് തന്നിട്ടുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്നായിരിക്കും ചോദ്യത്തിനകത്ത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിനകത്തും ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉൾപ്പെടാം, അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സ് വരാം. ഇതൊക്കെയാണ് ഏത് സൈഡിൽ വരുന്ന ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ഐറ്റംസ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ രണ്ട് സൈഡ് സാധാരണ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നത് പോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് ഏത് സൈഡിലാണോ കൂടുതൽ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് രണ്ട് എമൗണ്ട് കോളത്തിലേക്കും എടുത്തെഴുതണം. രണ്ട് എമൗണ്ട് കോളത്തിലേക്കും ടോട്ടൽ ചെയ്ത് വരുമ്പോൾ കൂടുതൽ വരുന്ന എമൗണ്ട് എഴുതുക. ഇനി ഈ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിൻ്റെ അതായത് ഇൻകംസ് ആൻഡ് ഗെയിൻസ് അല്ലേ കൂടുതൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, അതായത് ഇൻകംസും ഗെയിൻസും ആണ് കൂടുതലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ചെയ്ത് ബാക്കിയുള്ള അതായത് ഇൻകം സൈഡ് അതിന് കൂടുതലെങ്കിൽ അത് തന്നെ ഇപ്പുറത്തോട്ട് എഴുതി അതിൽ നിന്ന് ബാക്കിയുള്ള എക്സ്പെൻസുകളുടെ എമൗണ്ട് എല്ലാം ഡിഡക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു തുക ഇവിടെ വരും, അതാണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. പിന്നെ അതിനെ ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. അപ്പം ഇനി നേരെ മറിച്ച് എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസ് സൈഡാണ് കൂടുതലെങ്കിൽ ഇൻകം സൈഡിനേക്കാൾ കൂടുതൽ വരുന്നത് എക്സ്പെൻസ് ആണെങ്കിൽ അപ്പോൾ ആ എക്സ്പെൻസ് തന്നെ ആ ടോട്ടൽ തന്നെ രണ്ട് എമൗണ്ട് കൂടത്തിലേക്ക് എഴുതിയിട്ട് അപ്പോൾ അങ്ങനെ എക്സ്പെൻസ് കൂടി നിന്ന് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ലോസ് ആയിരിക്കും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ടായിട്ട് നമ്മൾ എഴുതേണ്ടത് ഗ്രോസ് ലോസ് എന്നാണ്. എക്സ്പെൻസസും ലോസസും ആണ് ഈ റവന്യൂസും ഗെയിൻസിനേക്കാൾ കൂടുതൽ വരുന്നതെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഗ്രോസ് ലോസും നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഗ്രോസ് ലോസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഈ സൈഡിലേക്ക് വരും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഒന്നുകൂടി സമപ്പ് ചെയ്യുകയാണ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. The trading account is a nominal account in nature, that is debit all losses and expenses and credit all incomes and gains. എല്ലാ എക്സ്പെൻസുകളും ലോസുകളും ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്തോളണം. All losses and expenses are recorded at the debit side of this account. എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് സൈഡിലും, അതുപോലെ തന്നെ ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ റെക്കോർഡഡ് അറ്റ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട്. എല്ലാ ഇൻകംസും ഗെയിൻസും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തേണ്ടത്.
there is a very important point which need to be kept in mind. That is, the debit side of trading account records only direct costs or expenses. ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളും എക്സ്പെൻസുകളും, അതായത് ഡയറക്റ്റ് എക്സ്പെൻസുകളും കോസ്റ്റുകളും മാത്രമേ രേഖപ്പെടുത്താവുള്ളൂ. ഇൻഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഒരിക്കലും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് അണ്ടിൽ ദ റോ ഗുഡ്സ് ഗെറ്റ് ഫിനിഷ്ഡ് ഫോം. ഇപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ കയ്യിലുള്ള റോ ഗുഡ്സ് അത് ഫിനിഷ്ഡ് ഫോമിലേക്ക് ആകുന്നത് വരെ വരുന്ന എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഹെഡിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടും എക്സ്പെൻസസ് ഓൺ അക്വയറിംഗ് ഗുഡ്സും ഉണ്ട്, എക്സ്പെൻസസ് ഓൺ മാനുഫാക്ചറിങ് ഗുഡ്സും ഉണ്ട്. എക്സ്പെൻസസ് ഓൺ അക്വയറിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ക്യാരിയേജ് ആൻഡ് കാർട്ടേജ് അത് രണ്ടും ഇൻവേർഡ് വന്നിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ഫ്രൈറ്റ് ഇൻവേർഡ്, ഒക്ട്രോയി ആൻഡ് ലോക്കൽ ടാക്സസ്, എക്സൈസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, ലാൻഡിങ് ആൻഡ് ക്ലിയറിംഗ് ചാർജസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്നത്. ഇനി എക്സ്പെൻസസ് ഓൺ മാനുഫാക്ചറിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ കോൾ, ഗ്യാസ്, വാട്ടർ ആൻഡ് ഫ്യൂവൽ, വേജസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വേജസ്, fuel, power and motive power, consumable stores, manufacturing expenses, all factory expenses, direct expenses, productive expenses, ഇവയൊക്കെയാണ് മെയിനായിട്ടും വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകൾ. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടും അതിൽ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.